ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ രാവിലത്തെ ചായയെല്ലാം കഴിഞ്ഞിട്ടാണ്. രാവിലത്തെ ചായയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബത്തൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചോറും കറിയും കൂടി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീഡിയോ എടുക്കാനെല്ലാം വിട്ടുപോയി. നമ്മൾ തിരക്കിൽ ഡിസംബറിനോണ്ട് ഓരോന്നിരുന്നേ ഉണ്ടാക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പത്തലും ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉമ്മാൻ്റെ പൊല്ലം ഇട്ടേ ഉണ്ടായിരുന്നത്. ഉച്ചക്കത്തെ ഫുഡ് മീൻകറി, നങ്ക് കാച്ചത്, അട് കാച്ചത്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ അവിയൽ, അത്രയാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ പിന്നെ ബിരിയാണിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ഒന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിട്ട് ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ഇത്തിരി വേവിക്കുന്ന കേട്ടോ. കുറേ സൈഡ് പറഞ്ഞോറും മീൻകറി അതൊക്കെ വേവിക്കുമ്പോൾ പിള്ളേരൊന്നും വേവിക്കില്ലാന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിയ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി കുറച്ച് മാത്രം എടുത്തിട്ട് വേവിച്ച് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചോറിനെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ലഹിന് ഐസ്ക്രീം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു, ചോക്കോ ബാർ. അപ്പോൾ എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും പോയിട്ട് വാങ്ങിന് ബൈ കിട്ടിയാലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും ഓന് ചോക്കോ ബാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും കൂടി തന്നിട്ടവന്. അങ്ങനെ ചോക്കോ ബാറിൽ തിന്നതിന് ശേഷം ഫ്രിഡ്ജിൽ മുന പിന്നെ പെരുന്നാളിന് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിന്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി തിന്നിട്ടാ. അങ്ങനെ തിന്നാനും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. പെരുന്നാളിന് കുറച്ചത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ ഇടയിൽ ബാക്കി പണിയെല്ലാം എടുത്തിട്ടാ. അപ്പോൾ ബാക്കിയെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇതുപോലെ തിന്നാനായിട്ട് രസം. മടിച്ചാൽ ഞാൻ ഐസ്ക്രീമും കാര്യങ്ങളും അങ്ങനെ തിന്നുന്ന അത്ര വലിയ ഇഷ്ടമുള്ളതല്ല. പിന്നെ ഈ ക്യാരറ്റ് അയൽവേലൊക്കെ ഐസ്ക്രീം ഇട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ശേഷം കുറച്ച് കൂന്തലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ രാവിലെ ടൗണിൽ പോയിട്ട് വരുമ്പോൾ നല്ല കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലുതൊന്നുമല്ല, സാധാരണ മീഡിയം കൂന്തലിട്ടാ. അപ്പോൾ അതിൽ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതിനെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂന്തൽ നിറച്ചതാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയിട്ടെ. എപ്പോൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ചെറിയ കുഞ്ഞു കൂന്തൽ കിട്ടുമ്പോഴൊന്നുമില്ലേ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം റെഡിയാക്കിയിട്ട് കൂന്തലെല്ലാം ഇതിങ്ങനെ ഇതുപോലെ നിറച്ചിട്ട് വെച്ചിന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനിയും ട്രൈ ആക്കാത്ത ആളുടെ അത് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എനിക്ക് തേഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയും ഒരിക്കൽ കൂന്തൽ കിട്ടിയിട്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്. അപ്പോൾ റോസ്റ്റാക്കിയിട്ട് കഴിക്കുന്നതായിട്ടെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നിറച്ചതൊക്കെ ഇല്ലേ സ്റ്റീം ആക്കിയിട്ട് വെക്കുന്ന കേട്ടോ. നമ്മൾ അപ്പച്ചമ്പില്ലേ അപ്പച്ചട്ടി അതിലിട്ടിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പം സ്റ്റീം ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ 3 പൊട്ടിയിട്ട് വന്നിട്ടാ പുറത്തിറങ്ങിയിട്ട് വന്നിന് മസാല. എന്താ വെച്ചെങ്കിൽ ഒന്ന് സംഭവിച്ചെങ്കിൽ നല്ല നിറഞ്ഞേ ഞാനിട്ട മസാല ഓവറായിപ്പോയി എന്ന് തോന്നി എനിക്ക്. അങ്ങനെ 3 അങ്ങനെ പൊട്ടിപ്പോയി കേട്ടോ. എന്നാലും പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അങ്ങനെ സ്റ്റീം ചെയ്തതിന് ശേഷമല്ലേ ഞാൻ പിന്നെ അതിനുള്ള മസാല റെഡിയാക്കി വെച്ചിട്ട് അതിലേക്കൊന്ന് പെരക്കിയിട്ടില്ലേ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വെച്ചത്. ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയിലുള്ള മസാല ഇട്ടാൽ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവരെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും കൂടി ഇത് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ചെറിയ കൂന്തലിനായിട്ട് കുറച്ച് വലിയ കൂന്തൽ കിട്ടിയെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കൂന്തൽ ഇഷ്ടമില്ലാത്തവരല്ലേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ കഴിക്കാൻ കിട്ടിക്കട്ടെ. എപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ആ കൂന്തൽ നിറച്ചതൊന്ന് കിട്ടണമായിരുന്നു. പക്ഷെ അതെല്ലാവരും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയാണ്. സാജിയൊക്കെ പൊരലുണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ പാങ്ങല്ലേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ ഷോർട്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടായിട്ടുണ്ടാവും. ദേളിയിൽ നിന്ന് മാമാൻ്റെ പുരയിൽ നിന്ന് ചാച്ചാറും പിന്നെ ചാച്ചാറ ബാബീസ് എല്ലാവരും പിന്നെ ഉമ്മാൻ്റെ അനിയത്തി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സാജിക്ക് അനിയത്തിക്ക് ഇതുപോലത്തെ ചിക്കന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പ്രഗ്നൻ്റ് ആണ്, 9 months പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കും വണ്ടിയിൽ കൊണ്ടുവന്ന കേട്ടോ. കുറേ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. കണക്കൊന്നുമില്ലാതെ അവർ കൊണ്ടുവന്നിട്ട് അവരെയും പിടിച്ചിരുത്തിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിന്. നമ്മൾ ചോറിലെ വെച്ചിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം വൈകുന്നേരം 6 മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടാണ് വരുന്നതെന്നുള്ളത്. പെട്ടെന്ന് വന്നായിരുന്നു. നമ്മൾ ഏകദേശം ഇങ്ങനെ വെറുതെ എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും കൂടി എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിന്. അങ്ങനെ പിള്ളേരും വലിയ ആൾ ചാച്ചാറൊന്നും ഉണ്ടായിട്ടാ. ബാബിയും വളയമാവ് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ബാബി ഓരോല്ലാം പറയാണ്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ രണ്ടാമതമ്മ ബസ്സിലാണ് കേട്ടോ പോയത്. എല്ലാവരും ദേളിയിലേക്ക് ബസ്സിൽ നിന്നിട്ട് പോയതാണ്. ആർക്കും അങ്ങനെ ബസ്സിൽ പോയിട്ട് വലിയ പരിചയമില്ല. എനിക്ക് അത്ര പരിചയമുള്ളൂ. എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.